ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, പിതാവായ ദൈവത്തിൻ്റെ നാമം എപ്പോഴും മഹത്വപ്പെടട്ടെ. ആ ദൈവനാമത്തിൻ്റെ ശക്തിയാൽ ഈ തിരുവചനം ശ്രവിക്കുകയും ഈ തിരുവചനം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരുടെ മേലും യേശുക്രിസ്തുവിൻ്റെ അധികാരത്താൽ നിങ്ങളിലും നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ മക്കളിലും ഉള്ള എല്ലാ അന്ധകാര ശക്തികളെയും എല്ലാ പൈശാചിക ശക്തികളെയും യേശുക്രിസ്തു ഈ നിമിഷം ബന്ധിച്ച് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ഭവനത്തിൽ നിന്നും ആ തിന്മകളെ മാറ്റുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈശോയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു വചനഭാഗമാണിത്. അതിരാവിലെ ഈശോ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയിരുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, അതിരാവിലെ നിങ്ങളും എഴുന്നേറ്റ് തിരുവചനം ശ്രവിച്ചുകൊണ്ട് ദൈവത്തിന് നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം തുടങ്ങുമ്പോൾ അത് ദൈവകരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. ഒരു തിന്മയ്ക്കും ഒരു പിശാചിനും നിങ്ങളെ അലട്ടുവാനോ നിങ്ങളെ ശല്യപ്പെടുത്തുവാനോ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിനെ പോലെ പ്രഭാതത്തിൽ ഉണർന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം തുടങ്ങുന്നവരായി നമ്മളെയും മാറ്റാം. അനുഗ്രഹം നിങ്ങളെ തേടി വരും. പ്രാർത്ഥനയിലൂടെയാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ആ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് തരും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങളുടെ മേൽ ചൊരിയട്ടെ. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറട്ടെ. പ്രാർത്ഥന കൊണ്ട് തുടങ്ങുന്ന, ദൈവവചനം ശ്രവിച്ചു തുടങ്ങുന്ന നിങ്ങളുടെ ഓരോ ദിവസവും അനുഗ്രഹമുള്ളതായി മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.